നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മുളങ്കുന്നത്തുകാവിൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രി 8-നായിരുന്നു തീ പടർന്നത്. പാലക്കാട് ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് മരിച്ചത്. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിലാണ് തീ പടർന്നത്. അപകട സമയത്ത് കുട്ടികളാരും ബസ്സിൽ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. മത്സ്യബന്ധന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷക സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുളങ്കുന്നത്തുകാവിൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രി 8-നായിരുന്നു തീ പടർന്നത്. ഗോഡൌണിനകത്ത് വൈകിട്ട് വെൽഡിംഗ് ജോലികൾ നടന്നിരുന്നു. ഈ ജോലിക്കിടയിൽ താഴെ പതിച്ച തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന 5 പാലക്കാട് സ്വദേശികളിൽ ആലത്തൂർ വാവുള്ളിയാപുരം അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ 22 വയസ്സുള്ള നിബിനാണ് പൊള്ളലേറ്റു മരിച്ചത്. തീ കെടുത്താനായി വെള്ളമെടുക്കാൻ കമ്പനിക്കകത്തേക്ക് കയറിയപ്പോൾ നിബിൻ തീയിൽ അകപ്പെടുകയായിരുന്നു. മറ്റു കമ്പനി ജീവനക്കാർ 5 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങിയിരുന്നു. 50-ലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. 7 കോടിയോളം രൂപയുടെ സ്പെയർ പാർട്സുകൾ കത്തി നശിച്ചതായാണ് പ്രാഥമിക നിഗമനം. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിലാണ് തീപിടിച്ചത്. അപകട സമയത്ത് കുട്ടികളാരും ബസ്സിൽ ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുമ്പോഴായിരുന്നു സംഭവം. ബസ്സിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ പുറത്തിറങ്ങി. ഈ സമയം ഇതിലൂടെ കടന്നുപോയ കുടിവെള്ള ടാങ്കറിൽ നിന്ന് ബസ്സിലേക്ക് വെള്ളമൊഴിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബസ് മുഴുവനായും കത്തിനശിച്ചു. വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴാണ് അമ്മ ഇങ്ങനെ നോക്കൊണ്ടിരിക്കണം. വണ്ടി എടുത്തോണ്ട് പോകാം. മത്സ്യബന്ധന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷക സംഗമവും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് ഫിഷറീസ് ഓഫീസർ നീതു സക്കറിയ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള ബ്ലോക്ക് കാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ, OC രവി, PA ഗീത, AA അഷഫ്, ജുമൈല ഷഗീർ, ജോളി സജീവ് എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിന് 1-ാം സ്ഥാനം ലഭിച്ചു. 2-ാം സ്ഥാനം പൊയ്യ ഗ്രാമപഞ്ചായത്തിനാണ്. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടുമത്സ്യകൃഷി, പടുതക്കുളം, മുറ്റത്തൊരു മീൻതോട്ടം, മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും, ബയോഫ്ലോക്സ് മത്സ്യകൃഷി, മുരിങ്ങ കൃഷി, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠന സൗകര്യം, നഗരസഭ പൊതുകുളങ്ങൾ മത്സ്യകൃഷിക്കായി വിട്ടുനൽകൽ, ജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചത് പരിഗണിച്ചാണ് ഈ അംഗീകാരം. മാള ഹോളി ചൈൽഡ് ICSE സെൻട്രൽ സ്കൂളിന് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം. വിജയികളായ വിദ്യാർത്ഥികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. 3 ഗോൾഡും 2 സിൽവറും 2 ബ്രോൺസും കരസ്ഥമാക്കിയാണ് കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ സ്കൂളിന് ഉന്നത വിജയം നേടിക്കൊടുത്തത്. 38 ICSE സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ നടന്ന ICSE ഈസോൺ കരാട്ടെ ടൂർണമെന്റ് മണ്ണുത്തി ഡോൺ ബോസ്കോ ICSE പ്രിൻസിപ്പൽ ഫാദർ ഷാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് പീനിക്കാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ പുത്തൻവേലിക്കര തുരുത്തു ശ്രീകുമാരവിലാസം സഭ ശ്രീ സുന്ദരേശ്വരി ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു. ക്ഷേത്രം തന്ത്രി ചാണാടിക്കൽ സുരേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കണ്ണൻ മാലത്തറ, ജ്യോതിഷാചാര്യൻ ജയകൃഷ്ണ പണിക്കർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു.
സഭാ പ്രസിഡന്റ് KN ചന്ദ്രശേഖരൻ, സെക്രട്ടറി PP ഷിബു, ട്രഷറർ PP രാജു, മാനേജർ IB ബിനേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുളങ്കുന്നത്തുകാവിൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രി 8-നായിരുന്നു തീ പടർന്നത്. പാലക്കാട് ആലത്തൂർ അമ്പലക്കാട് മുച്ചിത്തറ വീട്ടിൽ വേലായുധന്റെ മകൻ നിബിനാണ് മരിച്ചത്. കൊച്ചി നഗരത്തിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിലെ SH സ്കൂളിന്റെ ബസ്സിലാണ് തീ പടർന്നത്. അപകട സമയത്ത് കുട്ടികളാരും ബസ്സിൽ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. മത്സ്യബന്ധന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷക സംഗമവും സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.